വർമാസിന്റെ ട്രാൻസ് വർക്ക് ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ച വണ്ടിയാട്ടോ കിളിയങ്കൽ ഹോളിഡേയ്സ്. വർക്കിന് മാത്രം ഏതാണ്ട് ഒരു 10-26 ലക്ഷം രൂപയോളം ചെലവായി. 2 മാസത്തെ വർക്കിൽ 1 മാസം ഇത് പഠിപ്പിക്കാനായിരിക്കും. സ്പീക്കർ എത്രയാണെന്ന് വെച്ചാൽ സീറ്റിന്റെ അടിയിൽ ഫുള്ള് സ്പീക്കറാ, എണ്ണാൻ പറ്റില്ല. ആ ഒരു സെറ്റപ്പ്. എല്ലാ വർക്കും കഴിഞ്ഞ് സ്റ്റാർട്ടാക്കിയ ദിവസം അവിടെ ആ വർമാസിന്റെ അവിടെ തന്നെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊന്ന് വർക്കേജ് കാണിക്കാൻ. ഞങ്ങൾ ആൾറെഡി പറഞ്ഞു ഇതൊരു മൂവിങ് തിയേറ്റർ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ എന്നുള്ള സീരീസിലെ ഒരു പുത്തൻ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചക്കാമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള വളരെ യൂണീക്കായിട്ടുള്ള ഒരു റയർ പീസായിട്ടുള്ള വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ്. വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ പോരാളി എന്നറിയപ്പെടുന്ന ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ്. ശരിക്കും പോരാളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റുള്ള വണ്ടിയേ അല്ലത്. ഒരു അവതാര പിറവിയാണ് അല്ലേ. തീർത്തും വ്യത്യസ്തകരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. 1 കോടിയോളം രൂപ ചെലവഴിച്ചിട്ട് ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് വരാം. അതിന് മുമ്പ് ഇവരെ ക്രൂവിനൊന്ന് പരിചയപ്പെടാം. ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം. എൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് രാഹുൽ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഒരു ഫാനാണ്. നേരത്തെ തുടങ്ങി ഈ ഹോളിഡേയ്സ് നമ്മുടെ ചേട്ടച്ചാരായ കൂട്ടുകാരനായ മഹേഷാനാണ് ഓടിക്കാറ്. അന്ന് മുതൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫാനായിട്ട് മാറുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ഇത് ഒരു വെറൈറ്റി ബസ്സാണ്, ഒരു യൂണീക്ക് വണ്ടിയാണ് അല്ലേ. അത്രേ ഉള്ളൂ. ഇത് നല്ല പൊളിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സാരഥി. അത് നമുക്ക് വണ്ടിയുടെ കൂടുതൽ കാഴ്ചകൾ ഇപ്പോൾ എക്സ്റ്റീരിയർ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇൻറ്റീരിയറോട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അല്ലേ ടൈമല്ലേ. അത്രേ ഉള്ളൂ, വേറെ ലെവലാണ്. അപ്പോൾ അടുത്തത് നമ്മളെ സാരഥിയും എല്ലാവരും വ്യക്തിയാണ്. ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും, പേര് പറഞ്ഞു. എൻ്റെ പേര് മഹേഷ്. ഞാൻ കിളിയാങ്കൽ ഹോളിഡേയ്സിൽ ഇപ്പോൾ ഒരു 5-6 കൊല്ലത്തോളമായി. മുന്നേ പൊന്നു ഹോളിഡേയ്സിലായിരുന്നു. അബീഷാണ് മെയിൻ മാനേജർ. അബീഷാണ് എന്നെ ഇതിൽ കൊണ്ടുപോയതും. പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. മുപ്പത് കൂടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഈ കലാപരിപാടി അവസാനിപ്പിക്കാം. പറഞ്ഞു കൊടുക്കി. നമ്മുടെ പേര് നോയൽ എന്നാണ്. ചെറിയൊരു വണ്ടിപ്രാന്തനാണ്. പിന്നെ എന്താ പറയാ, വണ്ടിപ്രാന്തം മാത്രമല്ല, അതെ, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ പൊന്നുവിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. ഓഫീസിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പം അങ്ങനെ കുറെ കാലങ്ങളായിട്ട് നമ്മളെ മകേഷേട്ടനും പൊന്നുവിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടുള്ളൊരു ബന്ധമാണ്. പിന്നെ വേറെ കാര്യം പറയല്ലേ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ നോയലേട്ടം വഴിയാണ് കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടം വരെ എത്തിയത് അല്ലേ നോയലേട്ടാ. അപ്പോൾ നമുക്കിനി നമ്മുടെ വണ്ടിയുടെ ഈ ഒരു യുണീക്ക് വണ്ടിയുടെ ചുറ്റും നടന്ന് അതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഇത് അധികം വണ്ടികളിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ചേട്ടാ. ഈ വണ്ടി ഒരെണ്ണുള്ളൂ. ഇത് ഒരുപാട് ഇത് കളറല്ല ശരിക്കും ഇതിൽ ചെയ്തായിരുന്നു. ശരിക്കും കറക്റ്റ് പക്ക മിലിറ്ററി ആയിരുന്നു. പിന്നെ അത് മറ്റേ ആർട്ട് ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല, മിലിറ്ററിന്റെ കളർ എടുക്കാൻ പാടില്ല, കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഈ ഒരു കളർക്ക് എത്തിയത്. ഓഫീസിൽ കൊണ്ട് കാണിച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഡിസൈൻ ചെയ്തത്. നമുക്കിനി ഇതാ വണ്ടിയുടെ കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ പോരാളിയുടെ മുന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതാ പ്രകാശിൽ നിന്ന് സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ള സെഡോൺ ബോഡിയിലാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ മേലെയായിട്ട് ഇതാ 8 ടോപ്പ് ലൈറ്റ്, നല്ല അടിപൊളിയായിട്ട് 8 ടോപ്പ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ കിളിയങ്കൽ ഹോളിഡേയ്സ് നമ്മുടെ ഗ്ലാസിൻ്റെ മേലെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ ഒരു വണ്ടിയുടെ എഡിഷൻ നെയിമായിട്ടുള്ള പോരാളി, ഒരു കൈയൊക്കെ അങ്ങനെ പോരാളിയുടെ ഒരു കറക്റ്റ് ഒരു പോരാളിയുടെ ഒരു എഡിഷൻ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ ലോഗോ ആണ് കേട്ടോ ഈ ഒരു കാണുന്നത്. ചേട്ടാ ഈ ഒരു ലോഗോ ഇത് ശരിക്കും എന്താ മെറ്റീരിയൽ വരുന്നത്? ഇത് ഫൈബറാണ്. അക്രിലിക് മെറ്റീരിയലാണ്. ഇത് നമ്മുടെ അജ്മൽക്ക തന്നെ ഡിസൈൻ ചെയ്തതാണ് ഈ ലോഗോ. ഓണറാണ് അജ്മൽക്ക എന്ന് പറയുന്നത്. ആളുടെ വീട് കാക്കനാടാണ്. പക്ഷെ ഞങ്ങളിവിടെ അതിന്റെ പേരിൽ തൃശ്ശൂർ ഇവിടെ അതിന്റെ പേരിൽ അബീഷും ഞാനിവിടെ അതിന്റെ പേരിൽ ഇവിടെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ വീട്ടിലിടുന്നു. ആള് നമ്മളെ എന്ത് ചെയ്യണോ അതിന് ഒരു എതിരായിട്ട് ഇന്നവരെ അജ്മൽക്ക് പറയില്ല. നമ്മുടെ ഇഷ്ടത്തിനാണ് വണ്ടി കൊണ്ടുനടക്കുന്നത്. എന്ത് ചെയ്യണം അതിന് ഫുൾ സപ്പോർട്ടാ പുള്ളി. വണ്ടി നന്നായിട്ട് നോക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കിളിയങ്കൽ എന്നുള്ള പേര് കുടുംബ പേരാണോ? അത് അവരുടെ കുടുംബ പേരാണ്. അജ്മൽക്കാരുടെ വീട്ടുപേരാണ് കിളിയങ്കൽ. ഈ പോരാളി എന്നുള്ള എഡിഷൻ പോരാളി അജ്മൽക്കയ്ക്ക് ഒരു എന്തോ ഒരു താല്പര്യം തോന്നി അങ്ങനെ നമ്മൾ ചെയ്തത്. അതിലിപ്പോ വേറെ അങ്ങനെ ഒരു ഇത് നോക്കിയിട്ടല്ല പോരാളി സെലക്ട് ചെയ്ത പേരാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ഹെഡ്ലൈറ്റിന്റെ പുറമെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റും ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതെന്ന് പറഞ്ഞാൽ ആർമി ഡിസൈനാണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്.
US ആർമി എന്നുള്ളൊരു ഇതൊക്കെ ഇവിടെയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു ബാഡ്ജിങ്ങൊക്കെ. പിന്നെ ആർമി ഡിസൈൻ മാത്രമല്ല, ഗ്രനേഡും തോക്കും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ചുറ്റും പല ഇടങ്ങളിലായിട്ടുണ്ട്. നമുക്ക് ചുറ്റും നടക്കുമ്പോഴൊക്കെ കാണാം. മൊത്തത്തിൽ US ആർമിയുടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ വണ്ടിയുടെ ഫ്രണ്ടിൽ ആയിട്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാറി ഒരു ലിപ്പും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറും വെറൈറ്റി അല്ല കേട്ടോ. ഈ ഒരു സിൽവർ കളർ ലിപ്പ് ഞാൻ വേറെ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇനി നമുക്കിതാ വണ്ടിയുടെ ഈ ഒരു സൈഡിലേക്ക് പോകാം. സൈഡിലും ഇതാ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ആ ഒരു ആർമി ഡിസൈൻ തന്നെയാണ് വണ്ടിയുടെ ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ ലോഗോയും പേരും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിംഗ് ആണല്ലേ ചേട്ടാ ഈ ഒരു പെയിന്റ് എന്ന് പറഞ്ഞാൽ? ഇത് ശരിക്കും ആരും ഡിസൈൻ ചെയ്തതൊക്കെ? ഇത് ഗ്രാഫിക് ഡിസൈൻ ചെയ്തത് അജയ് ഏറ്റുമാനൂരാണ്. ആളെ നമ്മുടെ എല്ലാ വണ്ടികളിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പത്തെ ഫസ്റ്റത്തെ വണ്ടികളൊക്കെ വരച്ചേക്കുന്നതും ഗ്രാഫിക് ചെയ്തതൊക്കെ നമ്മുടെ പ്രദീപേട്ടനാണ്. ആളായിരുന്നു. ഇതോണ പുള്ളിക്ക് കുറച്ച് തിരക്ക് കാരണം പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് വണ്ടി ഇറക്കണം, പെട്ടെന്ന് ഇറക്കണം. ആ ഒരു ഇതില് നമ്മൾ സുന്ദരേട്ടനെ ഏൽപ്പിച്ചു. സുന്ദരേട്ടനെ ചോദിച്ചപ്പോൾ സുന്ദരേട്ടൻ ചെയ്തു. സുന്ദരേട്ടൻ്റെ വീട് വയനാടാണ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാവിടെയും കണ്ണപ്പയിലും അതേമാതിരി എല്ലാവിടെയും ചെന്ന് ചെയ്തു കൊടുക്കും. ആ ഒരു സെറ്റപ്പാണ്. സോ ഇനി ഇതാ നമുക്ക് വണ്ടിയുടെ ബാക്കത്തെ ഡിസൈൻ നോക്കാം. നമ്മൾ സംഭവം ഒരു അമ്പലത്തിൻ്റെ മുന്നിലാണ് കേട്ടോ വണ്ടി ഇട്ടിരിക്കണേ. ഇവിടെ ഒരു ഒഴിഞ്ഞ ഒരു ഗ്രൗണ്ട് വരത്തതാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിൽ വണ്ടി ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതാണ് വണ്ടിയുടെ ഒരു ബാക്കത്തെ ലുക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവിടെ എന്താ പോരാളി എന്നുള്ള ആ ഒരു എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ ആ ഒരു പേരും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മൊത്തത്തിൽ ഒരു അടിപൊളി ലുക്കാണ് വണ്ടി ബാക്കിൽ നിന്ന് നോക്കുമ്പോഴുള്ളത്. പിന്നെ ഇതാ വേറെ കാര്യം പറയാൻ പറ്റും. വണ്ടിയുടെ ബാക്കിലായിട്ട് ഇതാ ഇവിടെ ഒരു റിയർ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഒക്കെ താഴെയായിട്ട്. പിന്നെ ഈ ഒരു ഫ്ലാഷർ ഇത് മൊത്തം പച്ച കളറല്ലേ കേട്ടോ, ഫ്ലാഷറും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ പുറം ഫുള്ള് പച്ച കളറാണ്. പച്ച ഫ്ലാഷറാ ചുറ്റും ഉണ്ട് അല്ലേ? പിന്നെ ഫ്രണ്ടിലും ഒക്കെ പച്ചയാണ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ ഡിസൈനോട് ചേർന്നിട്ടുള്ള ഒരു കളർ തന്നെ അല്ലേ? ആ ഒരു വെച്ചിട്ട് നമ്മൾ പച്ച ചെയ്താണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആ ഒരു അപ്പുറത്തെ സൈഡ് കണ്ട അതേ ആ ഒരു ഡിസൈൻ തന്നെ വരുന്നത്. പിന്നെ ഏട്ടാ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇതെന്താ മേലത്തെ സൈഡിലൊക്കെ ഒരു വേറൊരു ടൈപ്പ് ഡിസൈനാണ് നമ്മൾ ഇതുവരെ കണ്ട് ശീലമില്ലാത്തൊരു? മേലത്തെ അത് സംഭവം എന്ന് വെച്ചാൽ അതൊരു റിഫ്ലാക്റ്റിങ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അത് അത്രയ്ക്ക് അതൊരു എഫക്റ്റ് ആയിട്ട് തോന്നില്ല. ശരിക്കും രാത്രി കാണാനല്ലേ ഭയങ്കര റിഫ്ലക്ട് ചെയ്ത് നിൽക്കുക സാധനം. അതൊരു സ്റ്റിക്കർ മാതിരി സംഭവം, റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സ്റ്റിക്കറാണ്. അത് ഉള്ളിൽ നിന്ന് ബ്ലോക്ക് ചെയ്തേക്കണ്. അതായത് ഉള്ളിത്തത് പുറത്തേക്കോ പുറത്തത് ഉള്ളിക്കോ ഉണ്ടാവില്ല. രണ്ടും സെപ്പറേറ്റ് രണ്ട് ലോഗായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് ലോഗായിട്ട്, പുറത്തൊരു ലോകം ഉള്ളിൽ വേറൊരു ലോകം. പുറത്തേക്കുള്ളത് ഫുള്ള് പച്ചയും കാര്യങ്ങളും. ഇപ്പൊ ആ ലൈറ്റ് തന്നെ റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പച്ച റിഫ്ലക്ട് ചെയ്ത് ഉള്ളിലേക്ക് അതിന്റെ ഒരു ബന്ധമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയില്ല ഉള്ളിൽ. ഇത് കോട്ടർലാസ്മ വന്നേക്കണത് ഒരു 3D എഫക്റ്റ് സാധനമാണ്. അത് വർമാസ ആകെ ചെയ്തത് നമ്മുടെ വണ്ടിയുമാണ്. ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ, വേറൊരു വണ്ടിയും വർമാസ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യുണീക്ക് പീസാണെന്ന്. അപ്പോൾ മച്ചാന്മാർ, ഇത്രയാണ് നമ്മുടെ പോരാളിയുടെ എക്സ്റ്റീരിയർ കാഴ്ചകൾ. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ കിടുക്കാച്ചി കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ നിയമത്തിൽ ഇതാ എയർ ഡോറിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്ത് സ്ഥിരം പരിപാടി വലത് കാല് വെച്ചിട്ട് വലത് കാല് വിട്ടൊരു കളിയില്ല നിയമലിനെന്നാ പറയുന്നത്. സോ ഇതാണ് വണ്ടിയുടെ ക്യാബിൻ. നമ്മളെ മഹേഷേട്ട ഡ്രൈവിംഗ് സീറ്റിൽ കയറി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. മച്ചാന്മാരെ, ക്യാബിലെ കാഴ്ചകൾ വിശദമായിട്ട് കാണുന്നതിന്റെ മുന്നേ നമുക്ക് ഈ ക്യാബിലെ ലൈറ്റ് മൊത്തം ഇടാൻ മഹേഷേട്ടനോട് പറയാം. മഹേഷേട്ടാ, ലൈറ്റ് ഒക്കെ ഇട്ടാലോ? എവിടത്തൊക്കെ പ്രകാശിക്കുന്നു. വർമാസിന്റെ ട്രാൻസ് വർക്ക് ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ച വണ്ടിയാട്ടോ കിളിയങ്കൽ ഹോളിഡേയ്സ്. ഈ സ്വിച്ചിനുണ്ടല്ലോ പ്രത്യേകത, സ്ഥിരം കണ്ട് ശീലിച്ചിട്ടുള്ള സ്വിച്ച് അല്ല. അതാ പറഞ്ഞത്, പല കാര്യം കൊണ്ട് യുണീക്കാണ്. 1 2 3 കാര്യം കൊണ്ടല്ല, പല കാര്യം കൊണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒരുപാട് നേരം മഹേഷ് ചേട്ടൻ പല ഏരിയയിലായിട്ട് ഞെക്കി മൊത്തം ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അവിടെ വർമാസ് ട്രാൻസിന്റെ വി ട്രാൻസ് എന്നുള്ള ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് 2 കണ്ണൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. ഇതെന്താ കൊമ്പ് ഏട്ടാ മേലെ? ആ, ട്രാൻസ്ഫോമേഴ്സിന്റെ അല്ലേ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് സെറ്റ്. അത് നൈറ്റ് കാണാൻ അടിപൊളിയായിരിക്കും അല്ലേ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ ഈ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ, വർമാസ് ട്രാൻസിൻ്റെ ഈ ഒരു സംഭവം.
മൊത്തത്തിൽ അടിപൊളിയാണ് ക്യാബിൻ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വോൾവോയുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നിമല് നമ്മുടെ മഹേഷ് ചേട്ടനോട് ചോദിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത് മിക്സർ, ഇത്രയും വലിയൊരു മിക്സർ ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിൽ കണ്ടില്ല അല്ലേ? അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ഇതിൽ മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് അതിലും വ്യത്യസ്തമായിട്ടാണ് വർമാസ് ഇതിൽ ചെയ്തേക്കുന്നത് വർക്കുകൾ. ഒരുപാട് സംഭവം കണ്ടില്ലേ ഓപ്പറേറ്റ് ചെയ്യാൻ. ഇത് തന്നെ പഠിക്കാണ്ടാവില്ല. ഇരുന്ന് ഒരു മാസം ഇരുന്ന് വർമാസിൽ നമ്മളെ പഠിപ്പിച്ചാൽ 2 മാസത്തെ വർക്കിൽ 1 മാസം ഇത് പഠിപ്പിക്കാനായിരിക്കും. അല്ല, നമ്മള് കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഇതിന്റെയാണ്, വർമാസിന്റെ തന്നെയാണോ? വർമാസ് അറ്റ്മോസ് ആണ്. അതായത് വർമാസിന്റെ തന്നെ ഇത് പൈനിയറിന്റെ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. സാധാരണ കൺട്രോൾ യൂണിറ്റ് വർമാസ് ചെയ്യുന്നുണ്ടെങ്കിലും അതല്ല ഇതിൽ ചെയ്തേക്കുന്നത്. ഡിഫറെന്റ് ആണ്. കൺസെപ്റ്റ് തന്നെയാണ് ഫുള്ള് എല്ലാം. നമ്മളെങ്ങനെ സ്പീക്കേഴ്സ് ഒക്കെ ക്യാബിനിൽ ചെയ്തിട്ടുള്ളത്? ക്യാബിനില് അവർ ചെയ്തത് പുതിയൊരു മോഡലായിട്ടാണ്. ഇപ്പൊ ഇവിടെ ഇതിൽ രണ്ടിലും ലൈറ്റ് ഉണ്ട്. വർമാസ് ട്രാൻസിന് ഇതിൽ ലൈറ്റ് ഉണ്ട്, അടിയിൽ ലൈറ്റ് ഉണ്ട്. അത് പക്ഷെ അതിന്റെ കൂടുതൽ എഫക്റ്റ് കിട്ടും. താഴേക്ക് ലൈറ്റ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഫോട്ടോ ലൈറ്റ് ആയാലും അവർ ചെയ്തത് നമ്മുടെ സാധാരണ പ്രകാശം എന്ന് പറഞ്ഞ രീതിയല്ല. ടോപ്പ് ഫുള്ള് അവര് പൊളിച്ചിട്ട് ചെയ്തത്. ദൈവങ്ങളൊക്കെ നീറ്റ് ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ സ്പീക്കറാണ് തോന്നില്ല കേട്ടാ, കണ്ടാ മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ. ഭയങ്കര നീറ്റായിട്ട് കൂളായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഇതെന്തിന്റെ ഈ മോണിറ്റർ എന്തിന്റെ? അത് നമുക്ക് ബാക്കിലേക്ക് TV സെറ്റ് ചെയ്യാനും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. എങ്ങനെ റിമോട്ട് കൺട്രോളിംഗ് ഇവിടെ കൺട്രോൾ ചെയ്താൽ മതി? ചെയ്യാം, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് പോകണ്ട. ഇതിൽ നോക്കി ചെയ്യാം. മ്യൂസിക്, ഫോട്ടോസ്, സെറ്റിങ്സ് ഇതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് ചെയ്ത് വിടാൻ കൂടെ. നമ്മളിത് എത്ര ആമ്പ് വർക്കാണ് ഇതില്? ആമ്പ് വന്നിട്ട് 5 ആമ്പാണ് ശരിക്കും. 5 ആമ്പ് വർക്കാണ്. പക്ഷെ 5 ആമ്പിലും ഒരു 10 ആമ്പിനേക്കാളും പവറാണ്. അറ്റ്മോസ് കൊടുത്തേക്കണതല്ല, അറ്റ്മോസിന്റെ പവറാണ്. 5 ആമ്പാണ് കേട്ടോ. ഇവിടെ ചുറ്റും ലൈറ്റ് ഒക്കെ കത്തി തിളങ്ങി കാണുന്നത് ചേട്ടാ. ഇത് നമ്മൾ എല്ലാ വണ്ടിയിലും മുകളില് ക്ലോത്ത് അല്ല ചെയ്യല്. ഇത് ക്ലോത്ത് ചെയ്ത് നമ്മൾ കണപ്പേന്ന് കൊണ്ടുവന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രകാശിൽ ധനേഷായിട്ട് വർമാസിൽ വന്നപ്പോൾ അവരുടെ രീതിയിൽ ഫുൾ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് റെക്സിൻ ആ സംഭവം ചെയ്തേക്കണം. ഒട്ടിച്ച് ഫുള്ള് ഒട്ടിച്ച് പ്രീമിയാക്കി. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ 2 ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ലല്ലേ? പിന്നെ എന്താ വണ്ടി എന്താ മാരകം, വേറെ ലെവൽ സാധനം. ഇനി കൂടുതലായിട്ട് വിശദമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇന്റീരിയർ പോകുമ്പോൾ കാണാൻ ഞെട്ടിക്കുന്ന കാഴ്ചകൾ. ആദ്യം ക്യാബിനത് കംപ്ലീറ്റ് ചെയ്യാം. ക്യാബിൻ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ വണ്ടിക്ക് സെറ്റ് വർക്കിന് മാത്രമായിട്ട് എത്ര ലക്ഷം രൂപ ചെലവായി? സെറ്റ് വർക്കിന് മാത്രം ഏതാണ്ട് ഒരു 10-26 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്. സെറ്റ് വർക്കിന് മാത്രം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ചെറിയ സെറ്റിന് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് അവിടെ ഇരുന്നിട്ട് വർമാസിൽ ഇരുന്നിട്ട് നെറ്റിൽ നോക്കി അത്യാവശ്യം കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അവർക്ക് ചെയ്തിടാൻ പറ്റും. ഇനിയിപ്പോ ലൈനിലാണെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ വർമാസ് അവിടെ ഇരുന്ന് നന്നാക്കുന്ന പറഞ്ഞത്. അപ്പൊ ആലോചിച്ച് നോക്കണം, അത്രയും അഡ്വാൻസ്ഡ് കളിയാണ്. പിന്നെ ഒരാളവിടെ മാറി നിൽക്കുന്നുണ്ട്, പുള്ളിനെ നമുക്കൊന്ന് വിളിക്കാം. നോയലേട്ടാ, എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊട്ടാരം അങ്ങനെ വേണം പറയാൻ. പുതിയൊരു കോൺസെപ്റ്റ് ടൂറിസ്റ്റ് ബസ് മേഖലയിൽ കൊണ്ടുവന്നേക്കണത് കിളിയങ്കൽ ഹോളിഡേയ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു വെറൈറ്റി ആണെന്നുള്ളത്. ക്യാബിനെ കുറിച്ച് ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി തന്നെയാണ്. ക്യാബിനിൽ നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം മിലിറ്ററി ഈ ഡിസൈനോട് ഇതായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ എല്ലാം കൊണ്ടും വളരെ ടൈം എടുത്ത് ആലോചിച്ച് പുതിയ കോൺസെപ്റ്റിൽ കൊണ്ടുവന്നേക്കണതാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. സോ ഇത്രയാണ് നമ്മുടെ പോരാളിയിലെ ക്യാബിൻ വിശേഷങ്ങൾ. പിന്നെ പറയാൻ വിട്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വോൾവോൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ ഇന്റീരിയറിൽ പോയിട്ട് ഇന്റീരിയറിന്റെ കിടുക്കാച്ച് വിഷ്വൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ്. അല്ലേ ടൈമല്ലേ? നമുക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ പോരാളിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഒരു പക്ക പ്രീമിയം ക്ലാസ് വണ്ടിയുടെ ഒരു ഇൻറ്റീരിയറാണ് കാണുന്നത്. എങ്ങനെയുണ്ട്? ഒരുപാട് കറങ്ങണ ലൈറ്റ്, തിരിയണ ലൈറ്റ് അങ്ങനെയൊന്നുമില്ല, പക്ക പ്രീമിയം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, TV ഇല്ല. എവിടെ TV മിസ്സിംഗ്? ഇതാണ് TV. പ്രൊജക്ടറാണ്. 4K
മൂവിങ് തിയേറ്റർ ആണ്. അതിന്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം അല്ലടാ കേട്ടാ. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഉള്ളാണ് ഈ ഒരു വണ്ടിയുടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു കർട്ടൻ നോക്കുകയാണെങ്കിൽ പോലും ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു കർട്ടൻ പോലും മറ്റു വണ്ടികളിൽ കാണുന്ന ടൈപ്പ് കർട്ടൻ അല്ല, ഒരു പ്രത്യേക ടൈപ്പ് കർട്ടനും കാര്യങ്ങളാണ്. ഇതൊക്കെ കണ്ടോ, മൈക്കൊക്കെ സെപ്പറേറ്റ്, ഓരോ സീറ്റിനും നേരെ മൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂഫ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം ബർമാസെന്നാണെന്നല്ല പറഞ്ഞത്, ഫുള്ള് ബർമാസ് സ്റ്റീൽ മൊത്തം ഒഴിവാക്കിയിട്ട് അവരവിടെ കൊണ്ടു അഴിച്ച് അവർ തന്നെ ഫുള്ള് സീറ്റും കംപ്ലീറ്റ് അഴിച്ചിറക്കി എല്ലാം മാറ്റിയിട്ട് അവര് രണ്ടാമത് ചെയ്താണ് പ്രീമിയം ക്ലാസ്സിലല്ലേ. പ്രീമിയം ക്ലാസ്സിൽ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ശ്രദ്ധിച്ചോ, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ ഒഴിവാക്കിയിട്ട്. ഈ ഒരു മെറ്റീരിയൽ പറയുന്ന പേരെന്താ? അക്കോസ്റ്റിക്. ശരിക്കും ഇതിന്റെ ഉപയോഗം എന്താ? ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ അനാവശ്യ നോയ്സുകളൊന്നും ഉള്ളിലേക്ക് കയറൂല, പുറത്തേക്ക് വേറെ ഒന്നും പോല, നമ്മുടെ തിയേറ്റർ ഫീൽ ചെയ്ത് നിൽക്കും. നമ്മുടെ തിയേറ്ററിനുള്ളിൽ സിനിമ കാണുന്ന എങ്ങനെ ആ ഒരു എഫക്റ്റ് ആയിരിക്കും ഉള്ളിൽ. പക്ക ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടില്ല. നമ്മള് പടം കാണുമ്പോൾ നമുക്ക് പടത്തിൻ്റെതായ ഒരു ഫുൾ എഫക്റ്റിനെസ് കിട്ടണം. ഒരു മൂവിങ് തിയേറ്റർ ആണ് വണ്ടി. തിയേറ്റർ വേറെ ഒരു അനാവശ്യ നോയ്സുകളൊന്നും തന്നെ വണ്ടിയിൽ ഉണ്ടാവൂല, ഇതാവൂല. ഷീറ്റ് ഇപ്പൊ നമ്മളെ സാധാരണ സൈഡിൽ ചെയ്യണ ഇത് ഷീറ്റൊക്കെ മാറ്റി കളഞ്ഞെന്ന് വെച്ചാൽ അതല്ലേ കുറച്ചാളെയും വൈബ്രേറ്റർ മറ്റു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഇതൊന്നുമില്ല, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ നോയ്സോ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങളുടെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയാൻ ഞാൻ ആളല്ല, നിമലും ആളല്ല. അത്രേ ഉള്ളൂ, നമ്മൾ സ്ഥിരം കാണുന്ന വണ്ടിയേ അല്ല. അപ്പൊ നമുക്ക് ചോദിച്ചറിയാം. ഇതില് ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ 22 ഇഞ്ചിന്റെ 2 പഞ്ച് ബോക്സ് ആണ് ഇരിക്കുന്നത്. ഈ B2 ആണ് 2 എണ്ണം. പിന്നെ പൈനീറിന്റെ സ്പീക്കറുകള്, DD സ്പീക്കറുകള്. പിന്നെ സ്പീക്കർ എത്രയാണെന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ ഫുള്ള് സ്പീക്കറാണ്, എണ്ണാൻ പറ്റില്ല. ആ ഒരു സെറ്റപ്പ് ആണ് കറക്റ്റ്. ആ ഒരു തിയേറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വേറെ നമ്മളതില് വേറെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ഇപ്പൊ സീറ്റിൽ നിന്ന് എല്ലാ സീറ്റിലും മൈക്കാണ് ബർത്തിന്ന്. നേരത്തെ പറഞ്ഞ പോലെ ഇതാ കണ്ടില്ലേ, ഓരോ സീറ്റിന് നേരം മൈക്കാണ് കേട്ടോ, ഏട്ടൻ പറഞ്ഞ പോലെ. ഡോൾബിന്റെ ലേറ്റസ്റ്റ് വർക്കാണ്. എത്ര പറഞ്ഞു? 22.4.2. അത് കറക്റ്റ് നമുക്ക് ദിവസം അറിയാത്തോണ്ട് അത് വർമാസിൽ തന്നെ ചോദിക്കണം. ഞാനും ഈ പറഞ്ഞ കുറച്ച് ഇതായിട്ട് അല്ല, ഞങ്ങളും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു 7.1 വരെ കേട്ടിട്ടുണ്ട്. ഇത് 7-നെക്കാട്ടി 3 മടങ്ങിലേറെ ഒരു പൊടി സൗണ്ട് ഉള്ളിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് ഉള്ളിലേക്കോ കയറില്ല. അല്ല, നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ അക്രലിക്കിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ അക്രലിക്കാണ് ഈ സംഭവം ചെയ്തത്. ലൈറ്റും കാര്യങ്ങളും ഇതിലൊക്കെ അക്രലിക്ക് ലൈറ്റ് കാര്യങ്ങളാണ് ചെയ്തത്. അത് അവര് വെറൈറ്റി ചെയ്താണ്. അതില് സെപ്പറേറ്റ് ഗ്രാഫിക്സ് ഇങ്ങനെ മാറി വന്നോണ്ടിരിക്കും. ലൈറ്റ് കണ്ട രാത്രി ആയാലും ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടുക. നക്ഷത്രവും ചന്ദ്രനൊക്കെ വരുന്നുണ്ട്. രാത്രി അടിപൊളിയായിരിക്കും ചേട്ടാ. രാത്രിയാണ് ഇതിന്റെ കുറച്ചും കൂടി എഫക്ട്. പിന്നെ ഈ ലൈറ്റ് ഒക്കെ ഈ ഓരോ സീറ്റിന്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ, നമ്മള് ചെറിയൊരു സ്പോട്ട് ലൈറ്റ് മാതിരിയാണ് സീറ്റിലേക്ക്. രാത്രി ഇപ്പൊ ഈ വാം ലൈറ്റ് ഓഫ് ചെയ്താലും ഓരോ സ്പോട്ടില് ചെറിയ അത്യാവശ്യം ഒരു നൈറ്റിലൊരു അതിന്റെ കൺട്രോളിങ് വിടുന്നുണ്ടോ മൊത്തത്തിൽ? അവിടെ തന്നെ കൺട്രോളിങ് ഫുള്ള് അവിടെ. പിന്നെ ബ്ലോവറും കൊടുത്തോണ്ട് ഇത് റയർ സാധനം അല്ലേ. ഇത് എസിയുടെ കൂളിംഗ് ബാക്കിലോട്ട് നമ്മൾ, അതായത് ഇപ്പൊ ഈ പഞ്ച് ബോക്സ് ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരില് കുറച്ചും കൂടി ബാക്കിലോട്ട് ആയിട്ട് അത് വർമാസ് തന്നെ ചെയ്താണ്. ഇവിടെ ഒരു ടി വി ഉണ്ട് ചേട്ടാ. ഇവിടെ ഒരു ടി വി ഉണ്ട്. ഓക്കെ, അതായത് ഫ്രണ്ടിൽ പ്രൊജക്ടർ ആണ്, ഇവിടെ വേറെ സെപ്പറേറ്റ് ടി വിയും കൂടെ അല്ലേ? അവിടെ 2 ടിവിയും പ്രൊജക്ടറും. അത് ശരി. അപ്പൊ മൊത്തം 3 എണ്ണം ഉണ്ട് അല്ലേ? ടി വി ആയിട്ട് 2 എണ്ണം പിന്നെ ഒരു പ്രൊജക്ടറും അല്ലേ? ഓക്കെ, ഇതുവരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടി വി ആണെന്ന് പോലും നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല കേട്ടോ, അത്രയ്ക്കും നല്ല ഫിനിഷിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു അക്രലിക്കിന്റെ വർക്കല്ലേ ചേട്ടാ? ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നമ്മൾ വണ്ണസിന്റെ ഒക്കെ വീഡിയോസിലൊക്കെ നമുക്ക് കണ്ടുപരിചയമുണ്ട് ഈ ഒരു വർക്ക്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ മൊബൈൽ ചാർജറിന്റെ ചാർജിങ്ങിന്റെ സ്ലോട്ടൊക്കെ എല്ലാ സീറ്റിലും ഉണ്ട്. എല്ലാ സീറ്റിലും ഓരോ സീറ്റിലും മുകളിലുണ്ട്. സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോഴത്തെ എല്ലാവർക്കും മൊബൈലാണ് എപ്പോഴും ട്രിപ്പും മര്യാദക്ക് പോകില്ലല്ലോ. പിന്നെ അതാ ഗ്ലാസിന് ചുറ്റൊക്കെ ഒരു പ്രത്യേക ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നല്ല അടിപൊളിയാണ് അത് കാണാൻ തന്നെ. അതൊന്നും പുറത്തേക്ക് ഒരു ഇതും ഉണ്ടാവില്ല, ഇതൊക്കെ ഉള്ളിലേക്ക്. ഈ ലൈറ്റും പുറത്തേക്ക് കാണില്ല, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അത് നമ്മള് വേറെ പുറത്തൊരു വണ്ടിക്കാരന് നമ്മൾ ശല്യമായിട്ട് ഒരു രീതിയിലൊരു സാധനം അതാണ്. തന്നെ പറഞ്ഞേ, ഇതിന്റെ ഉള്ളിൽ വേറെ ലോകം പുറത്ത് വേറെ ലോകം. പിന്നെ മച്ചന്മാരെ, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പുഷ് ബാക്ക് സീറ്റ് എയർ കണ്ടീഷൻ വണ്ടിയാണ് അല്ലടാ നിമലെ? അതെ, കാണിച്ചു തരാം. നിമല നമുക്ക് പുഷ് ബാക്കിന്റെ ആ ഒരു ഡെമോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ ഇരുന്നു കൂടി കാണിച്ചു കൊടുത്തേക്ക്. ആ ഒരു ഇരുന്നിട്ടല്ല, കിടന്നിട്ടില്ലേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ മാഷേട്ടാ, നമുക്ക് ആ കരോക്കാൻ സംഭവം കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ പ്രേക്ഷകർക്ക്. ഇത് കരാക്ക ചെയ്യാനായിട്ടാണ്. ഇതില് പല മോഡുകളുണ്ട് സംഭവം. നമുക്ക് ലൈവ് അന്താക്ഷരി കളിക്കാം, ലൈവ് അന്താക്ഷരി നമുക്ക് സീറ്റിൽ തന്നെ ഇരുന്ന്. അതിനാണ് ഈ മൈക്കും സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ചാനലും കാര്യങ്ങളാണ്.
പിന്നെ ഇതിൽ പല സൗണ്ടുകളും കാര്യങ്ങളും നമുക്ക് ഓരോ മോഡിന് ഓരോ സൗണ്ട് കാര്യങ്ങളാക്കി കൊടുക്കാനും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. പിന്നെ ഫ്രിഡ്ജ് എവിടെ സെറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ ഇതിലാണ് ഫ്രിഡ്ജ്. നമ്മൾ കൂളർ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. കൂളർ പിന്നെ വണ്ടിയുടെ ഉള്ളിലാകെ വെള്ളം കാര്യങ്ങളും പോണതിന്റെ പേരിൽ ആ ഇതിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജ് ആക്കിയത്. ഓക്കെ, ഇത് തന്നെ ധാരാളമാണല്ലോ. പിന്നെ മഹേഷേട്ടാ, ഇതാണ് നമ്മുടെ പ്രൊജക്ടർ അല്ലേ? അത്യാവശ്യം വലിയൊരു ടിവിക്ക് സമാനമായിട്ടുള്ള ഒരു പ്രൊജക്ടർ ചെയ്തത് ഫ്രണ്ടിൽ. പിന്നെ 2 TV ഉണ്ട്. സെന്റർ 2 TV ആണ്. ഫ്രണ്ട് പ്രൊജക്ടർ ആദ്യമായിട്ടാണ് വർമാസ് ചെയ്തത് നമ്മുടെ വണ്ടിയിൽ. പ്രൊജക്ടർ കേരളത്തിൽ ഫസ്റ്റ് ആയിരിക്കും അല്ലേ? കേരളത്തിൽ ഫസ്റ്റ് തന്നെ വണ്ടി വർമാസ് ചെയ്തത് ആദ്യത്തെ വണ്ടിയാണ് നമ്മുടെ കിളിയങ്ങളുടെ പോരാളി എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ആൾറെഡി പറഞ്ഞു ഇതൊരു മൂവിങ് തിയേറ്റർ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് സ്പീക്കറാണ്. നമുക്കിത് പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇത് സ്പീക്കർ ആണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ഇത് പിന്നെ എന്താ ഈ ഒരു സൈഡിൽ ഇവിടെ പിന്നെ ബർത്തിൻ്റെ താഴെ പോലും ഇത് കണ്ടോ, ഇത് സ്പീക്കർ, അത് സ്പീക്കർ. പിന്നെ ഓരോ സീറ്റിൻ്റെ അടിയിൽ പോലും സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ സ്പീക്കറാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്പീക്കർ ബൈയാണ്. എങ്ങനെയാ? അടിപൊളി. അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ മാസ്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ മൂവിങ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നമ്മുടെ പോരാളി കിളിയങ്കൽ ഹോളിഡേയ്സിൻ്റെ പോരാളിയുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ നിങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മുടെ കിളിയങ്കലിൻ്റെ ക്രൂ മൊത്തം ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട്. ക്രൂ മൊത്തം ഇല്ല, കുറച്ച് പേരൊക്കെ. അതായത് നമ്മുടെ നേരത്തെ പരിചയപ്പെട്ട മഹേഷ് ഏട്ടുണ്ട്, നോയലേട്ടുണ്ട്, പിന്നെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. മച്ചാന്ന് പരിചയപ്പെട്ട് കൊടുത്ത്. എൻ്റെ പേര് സഞ്ജു എന്നാണ്, കിളിയങ്ങളുടെ പ്രൊമോട്ടറാണ്. പിന്നെ വേറെ കാര്യമുള്ളത് പുള്ളിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. മച്ചാൻ ആ ചാനലിൻ്റെ പേരും കൂടെ ട്രാവൽ ബ്രദേഴ്സ് 2.0 എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ മച്ചാന്മാരെ ആ ചാനൽ കൂടെ ഒന്ന് കയറി നോക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആ ഒരു ഇന്റർവ്യൂ സെക്ഷനിലേക്ക് കടക്കാം. മഹേഷേട്ടാ, ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ളത് നമ്മുടെ കിളിയങ്കൽ ഹോളിഡേയ്സിന്റെ തുടക്കകാലത്തെ കുറിച്ചാണ്. കിളിയങ്കലിന്റെ തുടക്കകാലം എന്ന് വെച്ചപ്പോ ഒരു 4 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. കിളിയങ്കല് 4-5 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. തുടക്കം ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടായില്ല. അബീഷാണ് ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടായിരുന്നത്. അബീഷ് ഇപ്പൊ നിലവിൽ ഇവിടെ നാട്ടിലില്ല. അബീഷ് അവന്റെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് പുറത്തു പോയേക്കണ്. അപ്പോൾ അബീഷൻ എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് കിളിയങ്കൽ ഹോളിഡേയ്സിലേക്ക് എന്നെ വിളിച്ച് കയറ്റിയതും ഇത്ര നാളും എന്നോട് സഹകരിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒത്തൊരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ. പിന്നെ തന്നെ അജ്മലിക്കാണ് ഓണർ. പുള്ളി നമ്മളെ എന്താ പറയുക, ഒരു കൂട്ടുകാരന്മാരെ പോലെയാണ്. എന്തിനും പുള്ളിക്ക് സപ്പോർട്ടാണ്. നമ്മുടെ എന്ത് ആവശ്യം അങ്ങനത്തെ ഒരു ഇതില്ല. ആള് നമ്മളെന്ത് പറയണോ അതിന് നമ്മളോട് സഹകരിച്ച ആള് കാര്യങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും പോകണം. നമുക്ക് ആദ്യം 3 ബസ്സും ഒരു ട്രാവലർ ഉണ്ടായിരുന്നെ. അപ്പൊ അതിപ്പോ ഒരു തുടക്ക സമയത്ത് അതെന്താ വെച്ചാൽ വണ്ടികൾ പഴക്കം വന്നപ്പോൾ ഒരു 3 കൊല്ലത്തോളമായി. ഇപ്പം നമ്മൾ വണ്ടി മാറ്റാന്നുള്ള രീതിയിലാണ് വണ്ടി കൊടുത്ത് വണ്ടി ഇപ്പോൾ ഒരെണ്ണെടുത്തു. രണ്ടാമത്തെ എടുക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോഴേക്കാണ് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും വന്നത്. ആ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിഞ്ഞൂടെ. ഓട്ടോയിലൊന്നുമില്ല. ഇപ്പോൾ വണ്ടി വന്നിട്ട് ആകെ നിസാര വളരെ വിരലുണ്ടാവുന്ന ഓട്ടങ്ങളെ ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് വണ്ടി എടുക്കുകയാണെങ്കിൽ. വണ്ടി ചാലായി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും പുതിയ വണ്ടി എടുക്കുകയും ചെയ്യും ആള്. അത് അതിൻ്റെതായ രീതിയിൽ ഇറക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചാലും ഈ ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ വണ്ടിയിൽ ഒരുപാട് പണിയും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കയറ്റി വണ്ടി ഫീൽഡിലേക്ക് ഇറക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കൊറോണ ലോക്ക്ഡൗൺ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഇപ്പോൾ ഓട്ടമൊന്നും ഇല്ലാണ്ട് വെറുതെ ടാക്സും അടച്ചിട്ട് വെറുതെ നിർത്തിയിരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം തന്നെയാണ് പൊതുവെ ടൂറിസ്റ്റ് മേഖലയിൽ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം. മഹേഷേട്ടാ, നമ്മൾ ഇപ്പോൾ ഒരു സെഡോൺ വണ്ടി ഇറക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്നല്ല ഒരു കൺസെപ്റ്റ് വരിക. ഇപ്പോൾ എല്ലാ വണ്ടി നമ്മൾ ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അജ്മലിക്ക് ഒരു ഇതുണ്ടായുള്ളൂ. വേറെ അതായത് ഇല്ലാത്തൊരു കൺസെപ്റ്റ് ചെയ്യണം. പുതിയൊരു കൺസെപ്റ്റ് ഇന്ന് വേറെ കേരളത്തിൽ ഇല്ലാത്തൊരു സംഭവം ചെയ്യണം. അപ്പോൾ അത് വർമാസിലെ ധനേഷാനായിട്ട് സംസാരിച്ചപ്പോൾ ധനേഷാനും പറഞ്ഞു ഓക്കെ, ആൾക്കും ഒരു ഐഡിയ, കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കണം. പുള്ളിയും പറഞ്ഞു ഓക്കെ നമുക്കത് പ്രശ്നമില്ല, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിൽ ഒരു രീതിയിലുള്ള കൊട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ചെയ്തൊരു വർക്കാണ്. അതായത് ഇത്ര എമൗണ്ട് വരുന്നോ അല്ലെങ്കിൽ ഒരു വർക്ക്, അതിലെന്ത് തന്നെയാലും പുതിയൊരു
സംഭവമായിരിക്കണം, അത്രേ ഉള്ളൂ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് പൈസ കാര്യങ്ങൾ നോക്കി ധനേഷണ്ണായിട്ട് സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. ധനേഷണ്ണും ആ ഒരു ഇതിൽ നമ്മോട് ഫുള്ള് സഹകരിച്ച ആൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റാവുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ആള് പൈസ നോക്കാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല, അപ്പൊ നമ്മൾ ഈ വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഇത് കാണുമല്ലോ, ഫസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ തന്നെ ഒരു പ്രതീക്ഷിക്കാത്തൊരു സാധനം, നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോ സൈഡിൽ നിന്നാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞ് സ്റ്റാർട്ടാക്കിയ ദിവസം അവിടെ ആ വർമാസിന്റെ അവിടെ തന്നെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊന്ന് വർക്കേജ് കാണിക്കാനായിട്ട്. അവിടെ ഫസ്റ്റ് ട്രിപ്പ് ഏതാ ഓർമ്മ? വേളാങ്കണ്ണി. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതും AC ട്രിപ്പ്, അത് കന്യാകുമാരി വഴി വേളാങ്കണ്ണി ഫാമിലി ട്രിപ്പ്. ശരിക്കും ഇത് AC ട്രിപ്പ് പോകണാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന്റെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ പോകണല്ലേ? AC ട്രിപ്പ് പോകണം. ശരിക്കും നമ്മൾ ആ ചുരുങ്ങിയ കാലം കൊണ്ടല്ല ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തില്ലേ? തീർച്ചയായിട്ടും. അതിന്റെ ഒരു കാര്യം എന്താണ്? ഫാൻസ് പിള്ളേരുടെ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ഫാൻസ് പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ മറ്റേ ട്രാൻസ്ഫോമേഴ്സും അവഞ്ചറും ഒക്കെ അടിച്ച വണ്ടികളാണ്, പടം വരച്ച വണ്ടികളായിരുന്നു. അതിനൊരുപാട് ഫാൻസ് പിള്ളേരുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ ഇതിങ്ങനെ ഒരു പുതിയൊരു കൺസെപ്റ്റ് വന്നപ്പോ ഒന്നും കൂടി ശരിക്കും പറഞ്ഞാൽ ഫാൻസിന് സജഷൻ വെക്കുന്നതിന് അപ്പുറത്തുള്ളൊരു സംഭവമായി പോയത്. തീർച്ചയായിട്ടും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും നമ്മളെ കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങി വരികയാണ്, അടുത്ത സീസണിക്ക് ഇങ്ങനെ കിടക്കാൻ പോവാണ്. അപ്പൊ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അടുത്ത സെറ്റിംഗ്സിലോ അങ്ങനെ എന്തെങ്കിലും? അടുത്ത സീസണിൽ പറഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ ചാലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതിപ്പോ ഈ ഓടാത്തതിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂല് മാത്രമാണ് നമ്മൾ ഇത്ര ഇതമായി നിർത്തിയേക്കുന്നത്. പിന്നെ തന്നെയല്ല എന്ത് തന്നെയായാലും ഇപ്പൊ ഈ കൊറോണ മാറി ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വരും. അത് നമ്മള് കോളേജ് വണ്ടി അത് നമ്മള് കോളേജ് പിള്ളേർക്ക് മാത്രമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അത് ഉദ്ദേശിച്ചേക്കുന്നത്. അത് വേറെ കൺസെപ്റ്റ് സംഭവമായിരിക്കും. അത് എന്താന്ന് നമുക്ക് തന്നെ ഇപ്പോൾ നമുക്കൊരു ഐഡിയയിലൊന്നുമില്ല. വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും സംതിങ് ന്യൂ പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ മഹേഷ് ചേട്ടാ, നമ്മൾ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇത്രയും പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ അവതരിപ്പിച്ചു. അപ്പൊ ഏത് തരത്തിലുള്ള പ്രേക്ഷകരാണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതില്ല. ഏത് തരത്തിലും, അതായത് ഒരു പുതിയൊരു കൺസെപ്റ്റ് ഉദ്ദേശിച്ച് വരുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, അവരും അതായത് ഇപ്പൊ നമ്മള് എന്താ പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയാലും ഒരു അതിൽ താഴെയുള്ള ആൾക്കാരായാലും എന്തായാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ പുതിയൊരു സംഭവം കൊടുക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ അജ്മൽക്കാരുടെ ആയാലും കിളിയങ്കൽ ട്രാവൽസിന്റെ ആയാലും ഉദ്ദേശം. അത് ബഡ്ജറ്റ് ആയാലും പ്രീമിയം ആയാലും രണ്ടിനോടും നമുക്ക് അങ്ങനെ ഇന്ന തരംതിരിവില്ല. നമ്മൾ എന്തിനും തയ്യാറാണ്. ചേട്ടാ, നമ്മൾ ഈ കിളിയങ്കൽ ഈ ബസ് ആവണമെന്നില്ല, കിളിയങ്കൽ ഹോളിഡേയ്സിന്റെ ബസ് കയറ്റി കുറെ കൊല്ലത്തെ ഒരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാവാത്തെന്ന് പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കയറിയിട്ട് ഞാൻ ആ ബിഷുമുടി മാവേലിക്കര കോളേജിൽ ട്രിപ്പ് എടുക്കാൻ പോണേ. അവിടെ ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ടായി. നമ്മളത് അന്ന് ഒരു 5-6 ദിവസത്തെ ട്രിപ്പ് കണ്ടായിരുന്നു. ഗോവ, കൂർഗ് അങ്ങനത്തെ ട്രിപ്പായിരുന്നു. ആ ട്രിപ്പ് പോയി വന്നിട്ട് പിന്നത്തെ ഒരു 5 മാസം 6 മാസം കഴിയുമ്പോൾ വീണ്ടും അവിടെ തന്നെ ട്രിപ്പ് ഗോവ തന്നെ വേറെ ബാച്ച് പിള്ളേരെ. അപ്പൊ അവിടുത്തെ സാറ് പറഞ്ഞ വെച്ചാല് നിങ്ങൾ പാക്കേജോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഹോട്ടലോ കാര്യങ്ങളോ ഏത് ഏൽപ്പിച്ചോ നമുക്ക് ആവശ്യമില്ല, വണ്ടി കിളിയെങ്കിൽ തന്നെ വേണം. അവിടുത്തെ സാറ് എടുത്ത് പറഞ്ഞു. അത് കിളിയങ്കലിന്റെ പവർ. ആ ട്രിപ്പ് നമുക്ക് തന്നെ രണ്ടാമത് നമ്മ തന്നെ പോയി. അവിടെ ഒരുപാട് വണ്ടിക്കാര് ഇതായി. പക്ഷെ ആ സാറിന്റെ ഒരൊറ്റതില് പിള്ളേർക്കായാലും ഓക്കെയാണ്. അവര് ഫുൾ ഹാപ്പി ആയിരുന്നു വണ്ടി. നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ആ ഒരു വണ്ടീന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അവർക്ക് നമ്മളുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഭയങ്കര ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഇഷ്ടമായി. അതുകൊണ്ട് അവർ പറഞ്ഞാൽ നിങ്ങൾ ബാക്കി എവിടേക്ക് വേണേലും പോകാൻ എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചോ നമുക്ക് വിഷയമില്ല, വണ്ടി കിളിയെങ്കിലാക്കണം. ആ കാര്യം പറഞ്ഞപ്പോഴാട്ടോ, ഏട്ടൻ പെരുമാറ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏട്ടൻ വേറെ ലെവൽ കമ്പനിയാണ്. നോയലേട്ടന്റെ കാര്യം, നോയലേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ നോയലേട്ടനാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. പുള്ളിയും വേറെ ലെവൽ കമ്പനിയാണ്. അതിലും വേറൊരു മെയിൻ കമ്പനി വേറെ സാധനം അബീഷ്. അവനിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അവനിപ്പോ വരാൻ പറ്റിയില്ല. അവൻ വേറെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളായിട്ട് പോയിക്കണ്. അവനായിട്ട് നിങ്ങൾ ഇടവഴിയും എന്നെക്കാളും ഒന്നും കൂടി സെറ്റാണ് അവൻ. അത് നിങ്ങൾ അവൻ മിസ് ചെയ്തു. പിന്നെ അതേമാതിരി നമ്മുടെ ജിബി നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നമ്മളെ സഹകരിക്കുന്നത്. അവൻ വണ്ടി ഇപ്പൊ ഓടിച്ചോടി ഞാൻ നമ്മുടെ വണ്ടിയിൽ കിളിയായിട്ട് വന്നു. ഇപ്പൊ ഡ്രൈവറായ കാര്യങ്ങളായി ജിബി അവനും അടിപൊളി. അബീഷിന്റെ കൂടെ നിന്ന് തന്നെ അവൻ വണ്ടി ഓടിക്കാൻ പഠിച്ച കാര്യങ്ങളായത് അടിപൊളിയാണ്. അവനും മെമ്പർ നമ്മുടെ വണ്ടിയിൽ പിന്നെ ഒരുപാടുണ്ട്. അൻസില്, യദു, ഇതൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു. ഇപ്പൊ വണ്ടി ഇപ്പൊ ഒരെണ്ണുള്ളതിന്റെ പേരിലാണ് ഞങ്ങൾ 3 പേരും നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ സഞ്ജു എന്ന് പറഞ്ഞാൽ അവൻ വണ്ടി ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ പ്രൊമോട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രല്ല കേട്ടോ, ഇവരും കൂടി ഉണ്ട്. നമ്മുടെ ഗൗതം, വിജേഷ് ഇവരാണ് നമ്മളെ ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ നോക്കണേ. ഓക്കെ മച്ചന്മാരെ കണ്ടില്ലേ, നമ്മുടെ താറും കിളിയങ്കൽ ഹോളിഡേയ്സിന്റെ പോരാളിയും കൂടെ നമ്മുടെ ഈ ഗ്രൗണ്ടിലിട്ട് വണ്ടി കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ടാ? അടിപൊളി, വേറെ ലെവൽ മാസ് സീനല്ലേ കാണുന്നത്.
ഈ ഒരു സീനറിയും പിന്നെ ആ വണ്ടീൻ്റെ കളറും രണ്ടും ഒരു കോംബോ ആണ്. സെഡോണിന് ഹൈറ്റ് കൂടുതലാണല്ലോ സാധാ ടൂറിസ്റ്റ് ബസ്സിനെ അപേക്ഷിച്ച്. അത് ഈ പോക്കറ്റ് റോഡ് പോകുമ്പോ അത് കണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ചൊറ ഉണ്ടല്ലേ. നല്ല രീതിയിലുള്ള ചൊറ തന്നെയാണ്. പോക്കറ്റ് റോഡ് പോലെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ കൊമ്പിലെല്ലാം അടിച്ച് പണി ഇങ്ങനെ വരല്ലേ. ആ മുഴുത്ത മറ്റേ തവിട് പൊടിയാവും അല്ലേ. അതാണ് ഏറ്റവും കഷ്ടം. ചെറിയ കൊമ്പണിയിൽ നമ്മൾ ചവിട്ടി നോക്കി ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണിയാവും. അപ്പോൾ മച്ചാമാരെ ഇത്രയാണ് നമ്മുടെ കിളിയങ്കൽ ഹോളിഡേയ്സിന്റെ പോരാളിയുടെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് മച്ചാമാരെ നമ്മുടെ വണ്ടിയുടെ? അതാണ് ചെക്കന്മാരുടെ ഒക്കെ ആ ഒരു എനർജി കണ്ടില്ല, ആ ഒരു വണ്ടിയുടെ സെറ്റിങ്സും കാര്യങ്ങളും കണ്ടിട്ട് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കുക. അതാണ്. സോ ദിസ് ഈസ് ടൈഗോൺസ് സൈനിങ് ഓഫ്.